പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 3-7 എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഒരിക്കൽ ജീവിത വ്യാപാരത്തിൽ പൗലോസ് ലാഭമെന്ന് എണ്ണിയിരുന്ന പല കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ ജാതിക്കാരൻ, 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ മുതലായവയായിരുന്നു അതൊക്കെ. ജീവിതത്തിൽ താൻ മുൻപോട്ട് പോയപ്പോൾ അവന് മനസ്സിലാകുവാനിടയായിത്തീർന്ന ഒരു കാര്യം, ക്രിസ്തു നിമിത്തം സകലവും തനിക്ക് ഛേദമെന്ന് എണ്ണുവാൻ കഴിഞ്ഞു. അത് തനിക്ക് വലിയ നഷ്ടമായി പോയി എന്ന് അല്ല പിന്നീടുള്ള ചിന്ത. താൻ ഇപ്രകാരം പറയുകയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതെന്താ അപ്രകാരം താൻ പറയുവാൻ കാരണം? ലാഭമെന്ന് കണ്ടതെല്ലാം നഷ്ടമായിരുന്നു എന്നുള്ള ബോധം പിന്നീട് തന്നെ ഭരിക്കുവാനിടയായി. ഇന്നലകളിൽ വലുതായി കണ്ടിരുന്ന പലതും നാളുകളിൽ അത് ചെറുതായി പോകുന്ന അവസ്ഥ. ഇന്ന് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുവാനിടയായിത്തീർന്നു. ലോകത്തിൻ്റെ ഗതികൾക്കനുസരിച്ച്, ലോകത്തിൻ്റെ ജീവിത രീതികൾക്കനുസരിച്ച് മുൻപോട്ട് താൻ കാലം കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൊണ്ടെത്തിക്കുന്നത് വലിയ നഷ്ടത്തിൻ്റെ കണക്കുകളിലേക്കായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ കണ്ടതാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ലാഭമായി തീർന്നത്. എങ്കിൽ പ്രഭാതത്തിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.